സീരിയൽ നടിക്ക് അടുക്കള ജോലി ചെയ്തൂടെ? ഞാൻ മറ്റേ കച്ചറ അവിടെ ഒന്നും ഇടരുത് കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ കുറച്ച് നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. കുറച്ച് നാൾ ഇൻ ദ സെൻസ് ഒരു മാസത്തിന് മേലെ ആയി. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അപ്പൊ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നാട്ടിൽ പോയതും നാട്ടിൽ നിന്ന് ദുബായി പോയതും അപ്പൊ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ കുറച്ച് ബ്രേക്ക് ഇടേണ്ടി വന്നു. ഞാനിപ്പോൾ ദുബായിൽ പോയതിൻ്റെ ഒരു 2-3 വ്ളോഗ്സ് പെൻഡിങ് ആണ് ഇനിയും പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങ് വ്ളോഗ് ചെയ്ത് പെട്ടെന്ന് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്താലോ എന്ന് ഞാനങ്ങ് ആലോചിക്കുകയായിരുന്നു. കാരണം ഇപ്പം ഓണ സീസൺ അല്ലേ. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളും ഒക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തായാലും ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്കായാലും മേഘയ്ക്കായാലും നമുക്ക് താല്പര്യമില്ല. ബിക്കോസ് നമ്മളൊരു 20-25 മിനിറ്റ് ഒന്നും ഒരു വീഡിയോയിൽ മീൻസ് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുമ്പോൾ കണ്ടന്റ് എത്രത്തോളം നന്നായാൽ പോലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാനും നമ്മളത് ഫുൾ കണ്ട് തീർക്കാതിരിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഞാൻ കരുതി എങ്കിൽ നമുക്ക് ഈ ഒരു ഓണ വീഡിയോ 2 പാർട്ടോ അല്ലെങ്കിൽ 3 പാർട്ടോ ആയിട്ട് ഞാൻ ചെയ്ത് ഇട്ടാലോ എന്ന് ആലോചിക്കണം. അത് ഈ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എന്നെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കാം, പക്ഷെ അറിഞ്ഞൂടാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അനന്തുവും അവൻ്റെ വൈഫ് തമ്പുരു. അപ്പോൾ അവർ രണ്ടുപേരും UK ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഉത്രാടത്തിൻ്റെ അന്നാണ് ആ വീടിൻ്റെ പാല് കാച്ചത്. ദാറ്റ് മീൻസ് നാളെയാണ് ആ വീടിൻ്റെ പാല് കാച്ച്. അപ്പോൾ നാളെ ഉത്രാടത്തിന് ആ വീടിൻ്റെ പാല് കാച്ചും. മറ്റന്നാ അവർക്കൊരു കുഞ്ഞുണ്ട് മാധുവിൻ്റെ ചോറൂണും തിരുവോണവും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് ഞാൻ ഇപ്പം അനന്തുവിൻ്റെ പുതിയ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് അവിടെ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അനന്തുവിനെയും തമ്പുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനന്തു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അനന്തുവും തമ്മിൽ ഒരു ഐ തിങ്ക് ഓൾമോസ്റ്റ് 20 വർഷത്തിന് മേലെ പരിചയം കാണണം. 20 വർഷത്തിന് മേലെ പരിചയമുണ്ട്. നമ്മൾ LKG തൊട്ടേ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അന്നോട്ടേ പരിചയമുണ്ട്. പണ്ടോട്ടേ നമ്മൾ ഒരേ സ്ഥലത്താണ് പഠിച്ചത്. സ്കൂളിലായാലും ട്യൂഷനായാലും ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജൊക്കെ ആയപ്പോൾ നമ്മൾ മാറിപ്പോയി. അവൻ UK വന്ന സമയത്തും ഞാൻ UK എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ നോർവിച്ചിലോട്ട് മൂവ് ചെയ്തപ്പോഴേ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഇപ്പോൾ ഞാനും മേഘയും കല്യാണത്തിന് ശേഷം ഡയറക്റ്റ്ലി വന്ന് നോർവിച്ചിലോട്ടാണ്. അപ്പോൾ അവിടെ നമുക്കൊരു അക്കോമഡേഷൻ ആയാലും ബാക്കി കാര്യങ്ങളായാലും നമ്മളൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതും ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങളായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളാണ് അനന്തു. അപ്പോൾ അതാണ് അനന്തുവിനെ കുറിച്ച് പറയുന്നത്. പിന്നെ തമ്പുരുവിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം എന്താണ് തമ്പുരു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടോ, ഇതാണ് തമ്പുരു, ഇതായിരുന്നു തമ്പുരു. എന്നിട്ട് ഇപ്പോൾ തമ്പുരു എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വീണിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. സൈക്കിള് പഠിച്ചതും അങ്ങനൊക്കെ തന്നെയല്ലേ. എങ്കിലും പരാജയപ്പെടരുത്. ഇന്നുകൊണ്ട് നീ ഇത് ഓക്കെ ആക്കണം. പോ. കണ്ടില്ലേ, നമ്മളെ നാട്ടില് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഈ തമ്പുരു. അപ്പൊ ഈ തമ്പുരുവിന്റെ മീൻസ് തമ്പുരുവും അനന്തവും ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാം. അപ്പൊ എനിക്ക് മേഘയ്ക്കായാലും അനന്തവും തമ്പുരു നമ്മൾ 4 പേർക്ക് തമ്മിൽ അറിയായിരുന്നു. അപ്പൊ നമ്മള് നോർവിച്ചിലോട്ട് വന്ന സമയത്തും ഓൾമോസ്റ്റ് ഒരുമിച്ച് തന്നെയായിരുന്നു മിക്ക ദിവസങ്ങളിലും, ഫാമിലി ആയിട്ടായാലും. അപ്പോൾ മേഘയുടെ UK ഒറ്റ ചങ്കാണി തമ്പുരു എന്ന് പറയണത്. രണ്ടുപേരും ഇവിടെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നുണയടിച്ച് അങ്ങേറ്റാവും. അപ്പം ഞാൻ കാര്യത്തിൽ നിന്ന് തന്നെ മാറി. അപ്പോൾ ഇവരുടെ വീട്ടിലുള്ള മീൻസ് ഇന്ന് പോയിട്ടുള്ള പണികൾ എന്തൊക്കെയാണ്, നമ്മൾ നാളെ പാല് കാച്ച് കാര്യങ്ങളെല്ലാം ആണെന്ന് ഒരു അരച്ച് കലക്കിയ ഒരു വീഡിയോയിലായിട്ട് കാണിക്കാൻ പോവുകയാണ്. ഗൈസ്, കഥവൊന്നും തുറന്നതില്ല. കഥവ് തുറക്കാതെ നമ്മൾ ഓൾറെഡി കഥവ് തുറന്നിട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ക്ലിപ്പിലെ ആ സീരിയൽ നടിയാണ് ഈ ഇരിക്കുന്ന അമ്മച്ചി. പിന്നെ നീ കൊച്ചിൻ്റെ അമ്മച്ചിയല്ലേ? ഇതാണ് ഈ വീടിൻ്റെ കോലം. ഇതാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, രാത്രി 11 മണിയായി. നമ്മളതാ ഇവിടെ നിന്ന് ഇതുവരെ പോയിട്ടില്ല. രഞ്ജിത്തും അനന്തവും സാധനം വാങ്ങിച്ചിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. തമ്പുരു അവിടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഇവിടെ ഒന്നും ഇല്ല. മിക്ക സാധനങ്ങളും അപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ഉപേക്ഷിക്കുകയും ചെയ്ത് ഇനി ഇപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ച് ഇവിടുത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ നടക്കുക. ഇനി ഇത് ഇവിടെ കറിയാക്കി
അത് സെറ്റ് ചെയ്ത് നമ്മളിനി പുതിയ വീട്ടിൽ പോയി അവിടെ നാളത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് എപ്പോഴാണെന്നൊരു പിടുത്തമില്ല. പ്ലാനിൽ ചെറിയ മാറ്റമുണ്ട്. എന്താണ് നമ്മൾ നമ്മള് ബ്രെഡ് മാറ്റി ബിരിയാണി ആക്കി. അല്ലെ എന്തോ രണ്ടുപേരും വീഡിയോ ഓണാക്കിയപ്പോഴേ നല്ല ചിക്കൻ ബിരിയാണി. പഴയ സീരിയൽ നടി ഇപ്പോൾ അടുക്കളയിൽ. എന്താ സീരിയൽ നടിക്ക് അടുക്കള ജോലി ചെയ്തൂടെ? ഞാൻ മറ്റേ കച്ചറ അവിടെ ഒന്നും ഇടരുത് കേട്ടോ. ഇല്ലല്ല അത് നിനക്ക് നീ ഇത് ഇതാ ഇതിന്റെ അകത്താണ് ചിക്കൻ ഇരിക്കുന്നത്. ചിക്കൻ എന്താണ്ടത്? ഇന്ന് ഒരു ദിവസം ഫുള്ള് തെണ്ടി തിരിഞ്ഞാനും തോന്നിട്ടാണ്. എന്താണ് നിനക്ക് ഇപ്പം വീടിന്റെ പണി എന്തൊക്കെ ആയി? രാത്രി 12 മണിയാണ് ഗൈസ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി ഇന്നാണ് പാലിയാച്ചി. ഓക്കെ, ആ വീട് നമ്മൾ വൃത്തിയാക്കാനായിട്ടാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. എൻ്റെ പൊന്നു നമ്മളെത്തി അവസാനം. ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഞാൻ കാണിച്ചു തരാമേ. ഇനി എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് എന്താണ് സമയം എത്ര? സമയം ഇപ്പൊ 12 കാര്യം കഴിഞ്ഞു രാത്രി. അപ്പൊ ഞാൻ മേലോട്ടോ ഇനി ബെഡ് സെറ്റ് ആക്കണം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളെ ഫസ്റ്റ് റൂമിലെ ബെഡ് നമ്മൾ സെറ്റാക്കി. സമയം ഇപ്പോൾ രാത്രി 1:30. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്തെ റൂം അല്ല ഈ റൂമിൽ തന്നെ രണ്ട് ചെസ്റ്റ് ഡ്രോയേഴ്സ് കൂടെ സെറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടി ഇന്നത്തെ ഈ റൂമിലെ പരിപാടി കഴിയും. സംഭവം ഇപ്പൊ രാത്രി സമയം എന്തായി? സമയം എന്താണ്? ഏത് നോക്കടാ? അപ്പൊ ഗൈസ് സമയം രാവിലെ 3:30 ആയിട്ടുണ്ട്. അത് തന്നെ രാവിലെ 3:30 ആയിട്ടുണ്ട്. ഇത് യെസ് അനന്ത് കുഞ്ഞിനെ പിടിക്കുന്നതുകൊണ്ട് അനന്തുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, അതെ 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 വളരെ ശരിയാണ്. നാളെ രാവിലെ ഇനി വീണ്ടും നാളെ രാവിലെ അല്ല, ഇപ്പൊ 3:30 ആയി. നാളെ രാവിലെ കൃത്യം ഒരു 7 മണിയാകുമ്പോൾ നമ്മളിവിടെ വരും. 7 മണിക്ക് വന്ന് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പൊ ഇനി നാളെ രാവിലെ വന്ന് ബാക്കി ഒരു റൂമിലെ ബെഡ് സെറ്റ് ആക്കണം, 2 മേശ സെറ്റ് ആക്കണം. പിന്നെ നമുക്ക് നാളെ ഒരു പുള്ളിക്കാര വരൂലേ, സോഫ വരും. അപ്പൊ അതെല്ലാം സെറ്റാക്കി 10 മണിക്ക് വീട്ടിൽ കയറണം. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നാളെ അല്ല ഇന്ന് രാവിലെ 10 മണിക്ക് നമുക്ക് കയറണം. അപ്പൊ ഇന്ന് 10 മണിക്ക് നമുക്ക് കയറണം. ബാക്കി പരിപാടികൾ നമ്മൾ പെട്ടെന്ന് അലക്കി കലക്കി റെഡി ആക്കട്ടെ. ഓക്കെ.